ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അക്കു ഷോർട്സ്. അപ്പം ഇന്ന് കുഞ്ഞു ഷോർട്സ് ആയിട്ടാണ് വന്നത്. കാരണം ഇന്നലത്തെ വീഡിയോയുടെ അടിയിൽ ഞാൻ എഴുതിയിരുന്നു, ടൈപ്പ് ചെയ്തിരുന്നു, നാളെ എൻ്റെ സങ്കടം നടന്ന ദിവസം എന്ന് ഉദ്ദേശിച്ചാൽ ഇന്നാണ് സോഷ്യലിൻ്റെ മലയാളത്തിൻ്റെ പരീക്ഷയായിരുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ എഴുതിയെടുത്തത്. പിന്നെ നല്ലൊരു ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, ശനിയാഴ്ചയല്ല, ക്ലാസ് ഉണ്ടായിരുന്നു ഉച്ചവരെ. അതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ അടിയിൽ ടൈപ്പ് ചെയ്തിട്ടത്, നാളെ എൻ്റെ സങ്കടം നിറഞ്ഞ ദിവസം. അപ്പം നിങ്ങളത് ഓർത്ത് കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. അപ്പം ഇനി അത് ഓർത്ത് തലപെരിക്കണ്ട. ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ വീഡിയോസും പോകുന്നത്. ഞാൻ ഇങ്ങനെ ഓരോ ഹെഡ്ലൈൻസ് ആയിരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അതിനെ വിശദീകരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ എൻ്റെ വീഡിയോ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ റിയൽ നെയിം അക്കു എന്നല്ല, എൻ്റെ റിയൽ നെയിം. ഫസ്റ്റ് ഞാൻ സ്റ്റാൻഡ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പറയാം. സർപ്രൈസ്. ഓക്കെ, എൻ്റെ നെയിം ഈസ് സെബാ റോജർ. ഈസ് മൈ നെയിം. എന്നെ ഓമനത്തോളം വിളിക്കുന്നതാണ് അക്കു. അതാണ് എൻ്റെ ഓമനത്തോളം. അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു കുഞ്ഞു ബ്ലോഗായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ തന്നെയാണ്. ക്ലാസ്സിൽ നിന്നും അവിടുന്നും ഇവിടുന്നും ഒക്കെ ഞാൻ ഒത്തിരി പേരൊന്നും അയച്ചിട്ടില്ല. ക്ലാസ്സിലുള്ളവരെ പിന്നെ എൻ്റെ വീട്ടുകാരെ അവർക്കേ അറിയത്തുള്ളൂ. അപ്പം ഇതൊരു പിന്നെ ഇതാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന എൻ്റെ ഈ സ്വന്തം ഗ്ലാസ്. ഇത് ഇവിടെ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറ സ്റ്റാൻഡർ അത് ഒടിഞ്ഞു പോയി. അത് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് വയ്ക്കാം. അപ്പം അത് ഒടിഞ്ഞു പോയി ഉണ്ടായിരുന്ന. അപ്പം ഇപ്പം ഞാൻ ഈ ഷോർട്സൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇതേ സ്റ്റാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ സ്റ്റാൻഡ് ചെയ്യും, ഇവിടെ വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പം ഇതൊക്കെ എൻ്റെ റൂം. ഇവിടെ ഞാൻ കുറച്ച് ദിവസം കണ്ടു ഞാൻ കിടന്നിരിക്കുക. കാരണം ഇവിടെ തുണി വെച്ചിരുന്നുകൊണ്ട് ഈർപ്പം കൊണ്ട് എനിക്ക് പനി വരാൻ സാധ്യതയാണ്. ഒന്നാമത് എനിക്ക് ചെറിയ തലയ്ക്കുള്ളിൽ ഫീവർ വരും പനിയൊക്കെ ആകുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കാറില്ല. എന്നാൽ പിന്നെ ശരി, അടുത്ത വ്ലോഗായിട്ട് കാണാം. ബൈ.